നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി തയ്യാറാക്കിയ വളരെ രുചികരമായ നല്ലൊരു അയല വറ്റിച്ചതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു അയല വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. നമ്മുടെ ഈ അയല വറ്റിച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം അത്യാവശ്യം വലുപ്പമുള്ള നാടൻ അയല വേസ്റ്റെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി തയ്യാറാക്കുന്നതിന് മുൻപ് കറിയിലേക്ക് ആവശ്യമായ പുളിയൊന്ന് കുതിർത്തെടുത്ത് മാറ്റി വയ്ക്കണം. അതിനായിട്ട് ഇതുപോലെ 3 കഷ്ണം കുടംപുളി ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുതിരാനായി മാറ്റി വയ്ക്കാം. കുടംപുളിക്ക് പകരമായിട്ട് വാളൻപുളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്കായിട്ട് ഇതുപോലെ മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 1 കുടം വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് ഇതുപോലെ കറി തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന മൺചട്ടിയോ അല്ലെങ്കിൽ ചൂടുകട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച ശേഷം ഒരു മീഡിയം തീയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം 2 മിനിറ്റോളം മല്ലിപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വറുത്തെടുക്കാം. മല്ലിപ്പൊടി കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിച്ച് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ വേണം നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. ഏകദേശം 2 മിനിറ്റോളം വഴറ്റി മല്ലിപ്പൊടിയുടെ കളറെല്ലാം മാറി പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടിയാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും നല്ലൊരു കളറിനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം പാത്രത്തിൻ്റെ ചുവടിലിട്ട് തന്നെ ഈ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. പൊടികളെല്ലാം പച്ചമണമെല്ലാം മാറി കളറെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചട്ടിയിലെ പൊടിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം വീണ്ടും സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്കിതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്കിതുപോലെ 15 ചെറിയുള്ളികൾ മുറിച്ചെടുക്കാതെ തന്നെ ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഉള്ളിയെല്ലാം ഒന്ന് വാടിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 100 ഗ്രാം അളവിലാണ് ചെറിയുള്ളി എടുത്തിരിക്കുന്നത്. ചെറിയുള്ളിയാണ് ഈ ഒരു കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്നത്. അതുകൊണ്ട് ചെറിയുള്ളിയുടെ അളവ് ഒട്ടും തന്നെ കുറയ്ക്കാതിരിക്കാനും ചെറിയുള്ളിക്ക് പകരമായിട്ട് സവാള ചേർക്കാതിരിക്കാനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഉള്ളിയുടെ കളറെല്ലാം മാറി പാകത്തിനൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കാം. ഒപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളത്തിൽ നിന്നും 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് വീണ്ടും ചട്ടി ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഉള്ളി വഴറ്റി ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിതുപോലെ 2 വറ്റൽമുളകും ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. കൂടെ തന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ 1-2 മിനിറ്റ് ഇതിൻ്റെ എല്ലാം പച്ചച്ചുവ മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ എല്ലാം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മിക്സി ജാറിൽ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർക്കാം. മസാലക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു മീഡിയം തീയിൽ വെച്ച് നമ്മൾ വഴറ്റി ചേർത്തിട്ടുള്ള ഉള്ളിയിലെ പച്ചച്ചുവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഏകദേശം 2 മിനിറ്റോളം മസാലയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല അരച്ച മിക്സി ജാറിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ചേർക്കാം. കൂടെ തന്നെ ബാക്കിയുള്ള പുളിവെള്ളം അതിലുള്ള പുളിയോടൊപ്പം തന്നെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തീയൊന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലെ എരിവും പുളിയെല്ലാം നോക്കിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. കറി ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മീനെല്ലാം 2-3 കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്ത് ചേർക്കാവുന്നതാണ്. മീനെല്ലാം കറിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് മീനെല്ലാം കറിയിലേക്ക് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 1-2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം തീയിൽ 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് 2-3 തവണ മൂടി തുറന്ന് അടി പിടിക്കാതിരിക്കാനും മീനിൻ്റെ വേവ് എല്ലായിടത്തും ഒരേപോലെ ആയി കിട്ടാനും വേണ്ടിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ച ശേഷം ചട്ടി ഇതുപോലെ കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം ഏകദേശം ഒന്ന് വെന്ത് കറിയൊന്ന് കുറുകി കറിയിലെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനെല്ലാം ഒന്നുകൂടി സോഫ്റ്റായി വെന്ത് കറിയൊന്ന് കുറുകി കിട്ടാനായിട്ട് മീഡിയം തീയിൽ തന്നെ 2-3 മിനിറ്റ് കൂടി തുറന്നു വെച്ചതിനൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പുളി കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ അധികമുള്ള 1-2 കഷ്ണം പുളി നമുക്ക് ഇതുപോലെ എടുത്തു മാറ്റാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം ഈ സമയം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം 2 മിനിറ്റോളം തുറന്നു വെച്ച് വേവിച്ച് നമ്മുടെ മീനെല്ലാം നല്ല സോഫ്റ്റായി വെന്ത് കറിയൊന്ന് കുറുക്കി പാകമായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കറി ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എണ്ണയിലൊന്ന് മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്ക് കൂടുതൽ സ്വാദുണ്ടാവും. പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്തിട്ട് തവിയിട്ടിളക്കി മീൻ പൊടിഞ്ഞു പോവാതെ ചട്ടി ഒന്ന് കയ്യിലെടുത്തൊന്ന് ചുറ്റിച്ചെടുത്ത ശേഷം നമുക്കിത് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഏകദേശം 1 മണിക്കൂറിന് ശേഷം മൂടി തുറന്നപ്പോഴേക്കും കറി ഇതുപോലെ ഒന്നുകൂടി കുറുകി ഉപ്പും പുളിയെല്ലാം പിടിച്ച് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കറി തയ്യാറായി ഉടനെ കഴിക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഈ ഒരു കറിയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ അങ്ങനെ ഏതിൻ്റെ കൂടെയും ഈ ഒരു കറി നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുവരെ ഇതുപോലെ അയല തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു അയല വറ്റിച്ചതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്